ആതിര മിസ് ആണ് കേട്ടോ. എടാ നമ്മളെ എക്സാം LSSന്റെ എക്സാം ഇങ്ങ് അടുക്കാറായില്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാനാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, പഠിക്കാറുണ്ടോ? എന്റെ മക്കൾ പഠിക്കുന്നതാണ് മിസ്സിന്റെ വിശ്വാസം. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ? ആണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ മിസ്സിന്റെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാട്ട് പാടി തുടങ്ങാല്ലേ. പോരാ പോരാ നാളിൽ ദൂരമുയരട്ടെ ഭാരതശ്മദേവിയുടെ തൃപ്പതാകകൾ. പോരാ പോരാ നാളിൽ ദൂരമുയരട്ടെ ഭാരതശ്മദേവിയുടെ തൃപ്പതാകകൾ. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എടാ, ഈ പാട്ട്, ഈ വരിയിൽ തുടങ്ങുന്ന ഈ കവിത രചിച്ചത് ആരാണ്? ആരായിരിക്കും ഇത് രചിച്ചത്? ആരായിരിക്കും? യെസ്, ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആരാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ആരായിരിക്കും മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, ചെറുശ്ശേരിയാണ് അല്ലേ. അപ്പൊ അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല, ആരാണ് മക്കളെ? ചെറുശ്ശേരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയുടെ രചയിതാവ്. ചണ്ടാല ഭിക്ഷുകി കേട്ടിട്ടുണ്ടോ? ചണ്ടാല ഭിക്ഷുകി എന്ന ആ ഒരു കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. രചയിതാവ് ആരാണ്? യെസ്, കുമാരനാശാൻ. ആരാണ്? കുമാരനാശാനാണ്. മാവേലി നാടു മാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. ഓക്കെ, മിസ് പാടി അങ്ങ് അറ്റത്ത് എത്തിപ്പോയില്ലേ. മാവേലി നാടുവാൻ നീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആരുടെ വരികൾ? ഇത് മക്കളെ ആരുടെ വരികളാണെന്നാണ് ചോദിക്കുന്നത്. ആരുടേതാണ്? സഹോദരൻ അയ്യപ്പന്റെ വരികളാണ് കേട്ടോ. ഈ മാവേലി നാടുവാൻ നീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, സഹോദരൻ അയ്യപ്പൻ. VV അയ്യപ്പൻ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ആരാണ് മക്കളെ? VV അയ്യപ്പൻ ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഇദ്ദേഹത്തിന് വേറൊരു പേരുണ്ട് അല്ലേ. ആ പേരിലാണ് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത്. അത് ഏതാണ് പേര് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കോവിലൻ. നമുക്ക് സുപരിചിതമായിട്ടുള്ള പേരാണ് കോവിലൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? VV അയ്യപ്പൻ എന്നാണ്. VV അയ്യപ്പൻ എന്നാണ് ശരിക്കുള്ള പേര്, അതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ തൂലികാ നാമത്തിലാണ് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത്. കോവിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം എന്താണ്? ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? ആരുടേതായിരിക്കും? തകഴി ശിവശങ്കര പിള്ള. തകഴിയുടേതാണ് കേട്ടോ. തകഴിയുടേതാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ. ഓക്കെ, അടുത്ത ചോദ്യം, പാവങ്ങൾ എന്ന കൃതി ആരാണ് എഴുതിയത്? ആരാണ്? യെസ്, വിക്ടർ ഹ്യൂഗോ. ആരാണ്? വിക്ടർ ഹ്യൂഗോ. അപ്പൊ പിന്നെന്താ മക്കളെ? പിന്നെന്താ? കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം എന്ന് പറഞ്ഞാല് സങ്കടം അല്ലേ. വിലാപകാവ്യം രചിച്ചത് ആരാണ്? യെസ്, നാലപ്പാട്ട് നാരായണ മേനോൻ രചിച്ചതാണ് മക്കളെ. എന്താണ്? കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ
മധുകളി നിങ്ങളെത്താൻ. പ്രസിദ്ധമായ ഈ വരികൾ ആരുടേത്? പ്രസിദ്ധമായിട്ടുള്ള ഈ വരികൾ ആരുടേതാണെന്നാണ് അടുത്ത ചോദ്യം. ആരുടേതാണ്? യെസ്, കുമാരനാശാൻ. നമ്മുടെ കുമാരനാശാന്റെ ആശാന്റേതാണ് അല്ലേ? ചെറുകാടിന്റെ ആത്മകഥയുടെ പേരെന്ത്? ചെറുകാടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? യെസ്, ജീവിത പാത എന്ന ആ ഒരു ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, ചെറുകാടിന്റേത്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? സാഹിത്യ ലോകം. അടുത്തത്, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. എന്താണ് മക്കളെ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. എന്താല്ലേ? ആരുടെ വരികളാണ്? ഇവിടെ താമസല്ലോ എന്നല്ല കേട്ടോ, തമസല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അച്യുതൻ നമ്പൂതിരി. നമ്മുടെ അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് ഇത് കേട്ടോ. സഹ്യന്റെ മകൻ ആരുടേത്? വൈലോപ്പിള്ളി. സഹ്യന്റെ മകൻ വൈലോപ്പിള്ളിയുടേതാണ്. വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിനെ അറിയാത്തവർ ആരുമില്ല അല്ലെ? ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ മക്കളെ നമ്മള് തീർത്തിരിക്കുകയാണ്. അപ്പം ഇത്ര നേരം മിസ്സിന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പൊ മക്കളെ നമ്മളെ എക്സാം അടുക്കാറായില്ലേ? അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കണം. നമ്മൾ പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതണമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് മിസ്സിന്റെ ക്ലാസ് കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക, മനസ്സിലാക്കുക. ശേഷം നിങ്ങൾ എക്സാമിന് പോവുക. നല്ല ഹാപ്പി ആയിട്ട്, നല്ല ചില്ലായിട്ട് എക്സാമിന് പോവുക. കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ മക്കളാണ്. എക്സാമിന് പോവുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ടെൻഷൻ ഒന്നും ആവശ്യമില്ല നമുക്ക് കേട്ടോ. നമുക്ക് ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. നന്നായിട്ട് ടെൻഷൻ ആവാതെ കൂളായി പോയി, ഹാപ്പി ആയി പോയി എക്സാം എഴുതുക, തിരിച്ചു വരിക. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മിസ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.